നമസ്കാരം. നമ്മുടെ ഭാരതം എന്നത് നിരവധി ശാസ്ത്രങ്ങളുടെ കലവറയാണ്. നമ്മുടെ ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട ശാസ്ത്രശാഖകൾ ഇന്നും പഠനവിധേയമാണ്. ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും അനുകരിക്കുന്നതും അത് പിന്തുടരുന്നതും നമ്മുടെ ശാസ്ത്രശാഖ തന്നെയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം. അതിൽ നമ്മുടെ പുരാതന ശാസ്ത്രങ്ങളിൽ ഒന്നായ ജ്യോതിഷത്തിൻ്റെ ഭാഗമായ വളരെ ചെറിയൊരു ഭാഗമായ ഹസ്തരേഖാ ശാസ്ത്രം, നമ്മൾ നാട്ടുഭാഷയിൽ കൈനോട്ടം എന്ന് പറയും. പക്ഷേ ഇതൊരു വെറും നോട്ടമല്ല. നമ്മുടെ കൈകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ കൈകൾ നോക്കിയാൽ കൈകളിലെ രേഖകളും കൈകളിലെ മറ്റ് രൂപങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഭൂതവും ഭാവിയും ജീവിത രീതികളും സ്വഭാവവും ഒക്കെ തന്നെ നിർണ്ണയിക്കാൻ സാധിക്കും എന്ന് ശാസ്ത്രം പറയുന്നു. ദീർഘകാലമായി ഹസ്തരേഖാ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുകയും കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുകയും ഒപ്പം ഒരു അഭിഭാഷകനും അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റുമായ ശ്രീ സായിറാം പി സഞ്ജയ് ഇന്ന് DNA ന്യൂസിനൊപ്പം ചേരുകയാണ്. ഞാൻ മറ്റൊരു മാധ്യമത്തിൽ ഇദ്ദേഹത്തിൻ്റെ അഭിമുഖം നടത്തിയിരുന്നു. അന്ന് ആയിരക്കണക്കിന് പേരാണ് ഇദ്ദേഹത്തെ DNA ന്യൂസിൽ കൂടി കൊണ്ടുവരണം, കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കാനുണ്ട് എന്ന് ഒരുപാട് പേർ ആവശ്യപ്പെട്ടതിന് അനുസരിച്ചാണ് അദ്ദേഹത്തെ നമ്മളിങ്ങോട്ട് ക്ഷണിച്ചത്. അദ്ദേഹം സസന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് DNA സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. സേറാംജി, നമസ്കാരം. നമസ്തേ. ജയ് ഗണേഷ്, ജയ് ഭൈരവ ബാബ, ജയ് മൂകാംബിക. ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യം, ഹസ്തരേഖാ ശാസ്ത്രമെന്ന് പറയുന്നു, അത് ശാസ്ത്രീയമാണോ? ശാസ്ത്രീയമായ അടിത്തറ എന്താണ് ഈ ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ? ഓക്കെ, വളരെ നല്ല ഇൻട്രോ ആയിരുന്നു. സെയിം ടൈം ക്വസ്റ്റ്യനും വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു സനാതന ധർമ്മത്തിൽ നമ്മളെപ്പോഴും ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മളെല്ലാ കുട്ടികളടുത്തും പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. രാവിലെ എണീച്ച ഉടനെ കൈകൾ നോക്കിക്കൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനേ. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം, അവൻ്റെ പ്രഭാതം, അവൻ്റെ ഉറക്കത്തിൽ നിന്ന് അവൻ എണീറ്റ് അവൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ കൈകൾ നോക്കിക്കൊണ്ടാണെന്ന് ആചാര്യന്മാർ നമ്മളടുത്ത് പറഞ്ഞു തരുമ്പോൾ കൈയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒരു ആത്മീയ തലത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതിന് ശാസ്ത്രീയമായ കാരണങ്ങളും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ കൈകൾക്ക് ഉണ്ട്. ഇനി ശാസ്ത്രീയമായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെർവ്സ് വരുന്നത് കയ്യിലോട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ നെർവ്സ് കയ്യിലോട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളം കയ്യിലാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള നെർവ്സ് നമ്മുടെ കൈകളിലുള്ളത്, ഉള്ളം കയ്യിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ മൈന്യൂട്ട്സ് ആയിട്ടുള്ള നെർവ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്, നമ്മുടെ വിരലിൻ്റെ അഗ്രഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലെസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സെൻസേഷനായ ഒരാളെ ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ ആ ഫിംഗർ ടിപ്സ് കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ തന്നെയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും. അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻസാണ് അല്ലെങ്കിൽ നെർവ്സാണ് നമ്മുടെ. അതുകൊണ്ടാണ് ആ അത്രയും സെൻസിറ്റീവ് ഉള്ള നെർവ്സ് ഉള്ളത് കൊണ്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ തന്നെ നമുക്ക് ദൈവം നഖങ്ങൾ കൊണ്ട് പോലും തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നഖങ്ങൾ നമുക്ക് രോഗനിർണയത്തിന് ഈ നഖങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. മെഡിക്കൽ സയൻസിൽ പല രോഗനിർണയങ്ങളും നമ്മൾ നഖങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു സന്ദർഭത്തിൽ നഖങ്ങളുടെ കളറ്, നഖങ്ങളുടെ ഷേപ്പ്, നഖങ്ങളിലുണ്ടാകുന്ന ചില മാർക്ക്, എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് രോഗനിർണയവും നടത്താൻ പറ്റും. അപ്പോൾ നെർവ്സ് കയ്യിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈയുമായിട്ട് ഓൾവേസ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ മോട്ടോർ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞ കൂട്ട് ആ ഒരു രീതിയിൽ നമ്മുടെ കൈകളും ബ്രെയിനും കൈയുമായിട്ടും ഒരു റെസിപ്രോക്കൽ ലെവലുള്ള ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് അവയവങ്ങളുടെ അവയവമാണ് അത്രേ കൈ. ശരി. അതായത് ഒരു അവയവത്തിന് ഒരു ഫീല് വേണമെങ്കിൽ പോലും അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ കൈകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ പറയാം. നമുക്ക് നെർവ്സ് പിടിച്ച് നോക്കി, നാഡി പിടിച്ച് നോക്കി നമ്മുടെ എന്താ പറയുക സ്പന്ദനം അറിയാൻ പോലും നമ്മുടെ ഫിംഗർ ടിപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് അറിയാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ രക്തചംക്രമണം അറിയാൻ വേണ്ടി, നാഡിമിടിപ്പ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇത് നമ്മുടെ ആചാര്യന്മാരെ ചരകനും സുശ്രുതനും ഒക്കെ തന്നെ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചു നോക്കിക്കൊണ്ട് ആണ് അവർ രോഗനിർണയം നടത്തിയിരുന്നത് എന്ന് പറയുമ്പോഴും അവർ അതിനെടുക്കുന്ന സമയം അവർ കൈകൾ റീഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം അത്രയ്ക്കും സാങ്കേതികപരമായി കൈകളിലൂടെ നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻസ്.
കാരണം ഈ കൈകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ വ്യക്തികളുടെ കൈകളും യുണീക്ക് ആയിരിക്കും. കൈയുടെ സ്കിന്നിന് യുണീക്നെസ് ഉണ്ട്. നമ്മുടെ ആധാറിലും നമ്മുടെ ഫിംഗർ പ്രിൻറ്റിലും എല്ലാം തന്നെ നമ്മുടെ ആ ഡിഫറൻസ് നമുക്കറിയാം. നമ്മൾ അത്രയും തമ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ രജിസ്റ്റർ ചെയ്യാനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മാർക്കാണ് ഇതെന്നുള്ളതാണ് നമ്മൾ ആദ്യം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് കൈക്ക് ശാസ്ത്രീയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് രോഗനിർണയം, ഒരാളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ അയാളുടെ ഒരു സോർട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഒക്കെ തന്നെ നമുക്കറിയാം. അപ്പം നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തിക്ക് ഉള്ളിലോട്ടാണ് നോക്കേണ്ടത്, പുറത്തോട്ടല്ല. അപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ നോക്കുന്തോറുമാണ് നമുക്ക് വസ്തുതകൾ പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് യൂസ് ആവുന്ന ഒരു ടൂളാണ് കൈ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ വ്യക്തിക്കും അവരവരുടെ തന്നെ കൈ നോക്കിക്കൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, കൈകൾ തരുന്ന ഇൻഡിക്കേഷൻ എന്താണ്, നമ്മളൊരു ഹോർമോൺ ഇംബാലൻസ് വന്ന് നമ്മൾ നഖങ്ങളിലൂടെയും കൈയിലൂടെയും നമുക്ക് അറിയാൻ പറ്റും. കൈയുടെ കളറിൽ ഡിഫറൻസ് വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം കാര്യങ്ങൾ നമ്മുടെ ഒരു കൈകളിൽ നോക്കി ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു ഡയറ്റ് പാക്കേജ് മാറ്റാനും ജീവിത ദിനചര്യ മാറ്റിക്കൊണ്ട് പുരോഗതിയിലോട്ട് പോകാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമാണ്. ഏറ്റവും ഷോർട്ട് ടേം ആയിട്ട് ആക്യുറേറ്റ് പ്രഡിക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്ര ശാഖ കൂടിയാണ് കൈ. ഈ സാധാരണ ജ്യോതിഷത്തിനേക്കാളും കുറച്ചുകൂടി ദൃശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ. എക്സാക്ട്ലി. സൈറാംജി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാം. മറ്റേത് ഒന്ന് രാശി വെച്ച് നോക്കി അല്ലെങ്കിൽ ജാതകം പരിശോധിച്ചു, അത് ഒരു ജ്യോതിഷിക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്കുകൂടി കാണാൻ സാധിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു കാര്യം കൂടിയാണ് സൈറാംജി. തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തിക്ക് ഒരു 3 ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് കാരണം ആയ 2 പേര്, അച്ഛനും അമ്മയും. അപ്പോൾ അച്ഛനിൽ നിന്ന് ജീവനും അമ്മയിൽ നിന്ന് ശരീരവും മനസ്സും, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിൽ നിന്ന് നമുക്ക് ഇമോഷണൽ ലൈഫും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ 3 ബന്ധങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ 3 ബന്ധങ്ങളെ തന്നെ നമുക്ക് ഇന്ത്യൻ ബാമിസ്ട്രി ലെവൽ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഹസ്തരേഖ അല്ലെങ്കിൽ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്ന ഹസ്തസാമുദ്രികം എന്ന് പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മേജർ ലൈൻസ്, ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ എന്ന് പറയുന്ന ആയുർരേഖയ്ക്ക് പിതൃരേഖ എന്നും കൂടെ പേരുണ്ട്. അപ്പോൾ ഈ ആയുർരേഖയ്ക്ക് പിതൃരേഖ എന്ന പേര് പറയാൻ കാരണം അത് പിതാവിൽ നിന്നാണ് ആയുസ് കിട്ടുന്നത്, അച്ഛനിൽ നിന്ന് ആയുസ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ആയുസ് ഉണ്ടെങ്കിൽ ഫലം പറഞ്ഞാൽ മതി എന്നതാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കൈയുടെ ലൈൻ എന്ന് പറയുന്ന ആയുർരേഖയാണ്. അത് നമ്മളുടെ ജീവോർജം, ജീവശക്തിയുടെ എന്താ പറയുക, ജീവോർജത്തിൻ്റെ ഒഴുക്ക്, ജീവോർജം എത്രത്തോളം ഉണ്ട്, ഒരു ആത്മബലം ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ വലിപ്പം ഒക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ലൈനായ ബുദ്ധിരേഖ അല്ലെങ്കിൽ അതിന് ശിരോരേഖ അല്ലെങ്കിൽ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നമുക്ക് ഇന്ത്യൻ ബാമിസ്ട്രി ബേസ് ചെയ്തിട്ട് നമുക്ക് മാതൃരേഖ എന്ന് പറയാം. ഈ മാതൃരേഖ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ മനസ്സ്, അയാളുടെ തിങ്കിങ് കപ്പാസിറ്റി എങ്ങനെയാണ്, അയാളുടെ ബുദ്ധിശക്തി എത്രത്തോളം ക്രിയാത്മകമായി യൂസ് ചെയ്യുന്നു, പിന്നെ അത് ടോട്ടലി ബ്രെയിനുമായിട്ടും കൂടെ കണക്ട് ചെയ്തതുകൊണ്ടാണ് അതിനെ നമുക്ക് ശിരോരേഖ എന്നും കൂടെ, ഒരു ഹെഡ്ലൈൻ എന്നും കൂടെ ഒരു പേര് പറയുന്നത്. അപ്പോൾ അത് മാതൃരേഖ എന്ന് തന്നെ അത് പറയാം. അപ്പോൾ അത് മാതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് അനലൈസ് ചെയ്യാം. പിന്നെ അടുത്തൊരു രേഖയാണ് ഹൃദയരേഖ. ഹൃദയരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ക്രിയേറ്റിവിറ്റി, ലവ് ലൈഫ്, ഇതെല്ലാം നമുക്ക് ആ ഹൃദയരേഖയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഹസ്തരേഖ എന്ന് പറയുമ്പോൾ തന്നെ ജ്യോതിഷത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിലെ അംഗം എന്ന് പറയുന്ന പാർട്ട്, അതിനകത്ത് അംഗലക്ഷണം എന്ന് പറയുന്ന പാർട്ട് അവിടെ സാമുദ്രികമാണ്. സാമുദ്രികം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളംകാല് തൊട്ട് ഉച്ചം തലയുള്ള ശാരീരിക ഭാഗങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് കാറ്റഗറൈസ് ചെയ്യണം. പുരുഷനെ 4ആയിട്ടും സ്ത്രീയെ 4ആയിട്ടും കാറ്റഗറൈസ് ചെയ്ത് അവരുടെ സ്വഭാവ സവിശേഷതകൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരെ അനലൈസ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഇത് സാമുദ്രിക മഹർഷി രചിച്ചുവെന്നും അതുപോലെ തന്നെ ബൃഹത് സംഹിതയിൽ വരാഹമിഹിരൻ രചിച്ച ബൃഹത് സംഹിതയെ കുറിച്ച് പറയുന്നുണ്ട്. കോടാംഗ ശാസ്ത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണല രചിതമായ കോടാംഗ ശാസ്ത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് കഥകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കഥകൾ, സുബ്രഹ്മണ്യനാൽ രചിതമായ കഥകളെ കുറിച്ച് പറയുന്നുണ്ട്. പല പല കഥകൾ, പല പല സ്റ്റോറീസ് നമുക്ക് പറയാം. ഈ നമ്മുടെ ജ്യോതിഷത്തിലെ ഈ നവഗ്രഹ സങ്കല്പമുണ്ട്, നേരത്തെ സൈറാംജി പറഞ്ഞല്ലോ. അപ്പം ഈ നവഗ്രഹ സങ്കല്പവുമായിട്ട് ഈ ഹസ്തരേഖാശാസ്ത്രം നമുക്ക് എങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്താൻ പറ്റും? അങ്ങനെ ഒരു ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. പ്ലാനറ്റ്സ്, വി ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്ലാനറ്റ്സ്. അതെ. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഹൊറോസ്കോപ്പ് തയ്യാറാക്കുന്നത്, ഗ്രഹനില എന്ന് പറയുന്ന സാധനം തയ്യാറാക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ജനന സമയം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ജനിച്ച സമയം നമുക്ക് ഓരോ വ്യക്തിക്കും ആക്യുറസി നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അതിൽ നമ്മൾ പറയുന്ന സമയം തെറ്റാം. നമുക്ക് ആർക്കും തന്നെ നമ്മൾ ജനിച്ച സമയം നമ്മൾ വിശ്വസിക്കുന്നു
എന്നുള്ളതല്ലാണ്ട് ഒരു ആക്യുറസി അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞ ഒരു ബേർഡ് ടൈം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിംഗ് ടൈമാണ് എന്ന് കൂടെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ കൈകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളുടെ കൈകൾ നമ്മളുടെ അടുത്ത് തെറ്റ് പറയത്തില്ല. കാരണം ഇത് ദൈവം വരച്ച ലൈനുകളാണ്. ഇതിലൊരിക്കലും നമ്മൾ തെറ്റ് വരത്തില്ല. അപ്പോൾ നമ്മുടെ കൈകൾക്ക് ഈ രേഖകൾ പോലെ തന്നെ കൈകൾക്ക് ഓരോ പ്ലാനറ്റ്സിനും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സ്ഥാനം സങ്കല്പിച്ചിട്ടുണ്ട്, ഓരോ പ്ലേസസ്. അപ്പോൾ ആ പ്ലേസസിൻ്റെ ഉയർച്ച താഴ്ചകൾ, ആ പ്ലേസസിൽ വന്നു ചേരുന്ന മറ്റ് ലൈനുകളുടെ ഇമ്പാക്റ്റ്, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്ലാനറ്റ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുകൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുടെ വസ്തുതകളെല്ലാം തന്നെ പറയാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന സൂര്യൻ, ആദിത്യൻ. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം നമ്മുടെ കൈകളിൽ നമ്മുടെ മോതിരം അണിയുന്ന വിരലിന് താഴെയാണ് സൂര്യമണ്ഡലം എന്ന് പറയുന്ന ലൈൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൂര്യന് മണ്ഡലം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കൈ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ അവിടെ സൺലൈനിൻ്റെ പ്രസന്റ് ഉണ്ടോ എന്ന് നോക്കുക. സൂര്യരേഖ അല്ലെങ്കിൽ നമുക്ക് അത് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളുടെ മുമ്പും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, എങ്കിൽ പോലും DNA പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് പറയാം. നമുക്ക് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് നമ്മൾ മോതിരം അണിയുന്ന ഈ വിരലിന് നമ്മൾ ക്ഷത്രിയ ഗുണമുള്ള വിരൽ എന്നും കൂടെ നമുക്ക് പറയാം. കാരണം ഇത് ക്ഷത്രിയ ഗുണം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ക്ഷത്രിയ വിരൽ എന്ന് ഇന്ത്യൻ പാമിസ്ട്രിയിൽ ഒരു സങ്കല്പവും ഉണ്ട്. അപ്പോൾ ആ ക്ഷത്രിയ വിരലിന് താഴെ വരുന്ന മൗണ്ടിനെയാണ്, ആ മണ്ഡലത്തിനെയാണ് നമുക്ക് സൂര്യമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യമണ്ഡലം, സൂര്യൻ എന്ന് പറയുമ്പോൾ പേര്, പ്രശസ്തി, ഗവൺമെൻറ് ഉദ്യോഗം, അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് പവർ, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല്, ഭരണ നൈപുണ്യം ഒക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. ഓഫീസർമാരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ സൂര്യമണ്ഡലം ഓഫ് കോഴ്സ് അവിടെ സൂര്യ ലൈൻ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, ഗ്രേസ് ഓഫ് ഗോഡും. പിന്നെ ഈ ഒരു മണ്ഡലത്തിന് നമുക്ക് ബേസ് ചെയ്ത അസുഖങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പറയണം. സൂര്യ തേജസ് എന്നൊക്കെ പറയുന്ന കൂട്ട് തന്നെ നമുക്കൊരു വിഷൻ എങ്ങനെയാണ്, കണ്ണിനെ എങ്ങനെ, അതുപോലെ തന്നെ കാഴ്ചപ്പാട്, അത് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് പവർ എന്ന് പറയും. നമ്മളൊരു വ്യക്തിയെ കാണുന്നത് മാത്രമല്ലല്ലോ, കാഴ്ചയിൽ നമ്മൾ നേരിട്ട് ഫിസിക്കാലിറ്റിയിൽ കാണുന്നതല്ല, നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇൻറ്റ്യൂറ്റീവ് മൈൻഡ് എന്ന് പറയുന്നൊരു സാധനം കൂടെ നമുക്ക് ഈ സൂര്യമണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം. ഇപ്പം കണ്ണിനുണ്ടാകുന്ന അസുഖത്തോടൊപ്പം തന്നെ ഒരു വ്യക്തി എത്രത്തോളം നല്ല വ്യക്തിയാണ്, മോശം വ്യക്തിയാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ടാലൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും സൂര്യമണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ സൂര്യമണ്ഡലത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സൂര്യ തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അറിവിലൂടെയാണ് നമുക്ക് പ്രകാശത്തിലൂടെയാണ് നമുക്ക് ഒരു ഡാർക്ക്നെസ് ഇല്ലാതാകുന്നത് എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമ്മുടെ ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ഇല്യൂഷൻ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു നോളജ് വേണം, അല്ലേ? ആ ഇല്യൂഷൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും പാമ്പിനെ കയറെന്നും ധരിക്കുന്ന ഒരു അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡാണിത്. ഇത് ഉണ്ടാകുന്നത് തന്നെ ലാക്ക് ഓഫ് സൺലൈറ്റ് കൊണ്ടുണ്ടാകാം. നമുക്ക് പ്രകാശമില്ലാത്തടത്താണ് നമ്മൾ കയറിന പാമ്പെന്ന് ധരിക്കുന്നത്. ശരിക്കും നല്ല സൂര്യൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഇല്യൂഷനിലോട്ട് നമുക്ക് പോകത്തില്ല. കാരണം ഇല്യൂഷനിൽ പോവാതിരിക്കുകയും നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാനും സൂര്യമണ്ഡലത്തിൻ്റെ സ്ട്രെങ്ത്, സൂര്യമണ്ഡലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി അപ്പം സൂര്യമണ്ഡലം, അപ്പം ഞാൻ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ വരണം. സൂര്യമണ്ഡലം കഴിഞ്ഞാൽ നമുക്ക് നേരെ ചന്ദ്രമണ്ഡലത്തിൽ പോവാം. ഇപ്പം മണ്ഡലങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഈ പ്ലാനറ്റ്സിന് നമ്മൾ പറയുന്ന ആ ഒരു ഓർഡറിൽ പോകാൻ ശ്രമിക്കുകയാണ്. വിരലുകളുടെ ഓർഡറിലല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രമണ്ഡലത്തിന് വിരലുകളുമായിട്ട് സ്ഥാനമില്ല. നമ്മുടെ കൈകളിലെ ഏറ്റവും താഴ്തെ കാണുന്ന ഈ ഒരു പാർട്ടിനാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം ചെറുവിരലിനൊക്കെ ഏറ്റവും താഴെ കാണുന്ന കൈയുടെ എൻഡിൽ കാണുന്ന മണ്ഡലത്തെയാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത്. ഈ ചന്ദ്രമണ്ഡലത്തിന് ഈ സ്ഥാനം പറയുമ്പോൾ തന്നെ ചന്ദ്രമണ്ഡലം ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ട് കാണേണ്ട ഒരു ലൈൻ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഹെഡ്ലൈനാണ്. ഹെഡ്ലൈൻ ഞാൻ പറഞ്ഞു അമ്മയുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ശരീരവും മനസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ചന്ദ്രമണ്ഡലത്തിന് മനസ്സുമായിട്ട് ബന്ധമുണ്ട്, ശിരോരേഖയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ മാനസിക തലം എല്ലാം തന്നെ നമുക്ക് ബേസ് ചെയ്യേണ്ടത് ചന്ദ്രമണ്ഡലം ബേസ് ചെയ്യുന്നത്. അയാളുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ ഇമോഷണൽ എക്സ്പ്രഷൻ, അയാളുടെ കലാപരമായിട്ടുള്ള അയാളുടെ വാസനകൾ, അയാളുടെ ഫെമിനിയൻ ക്വാളിറ്റി എല്ലാം തന്നെ നമ്മുടെ മൗണ്ട് ഓഫ് മൂണുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഈ മൗണ്ട് ഓഫ് മൂണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റൊമക്ക് സംബന്ധമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ ലേഡീസിന് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ, ഡയബറ്റിക് ഇത്യാദി കാര്യങ്ങളും തന്നെ, ഇൻഡൈജഷൻ ഇഷ്യൂസ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ മൗണ്ട് ഓഫ് മൂണിൻ്റെ ലൂണയുടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാനസിക അസുഖങ്ങൾ, ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നത്, പല അസുഖങ്ങളും മൗണ്ട് ഓഫ് മൂൺ ബേസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ
ഹെഡ്ലൈൻ പലരുടെയും ഹെഡ്ലൈന് ഐദർ ഇത് വന്നിട്ട് നമുക്ക് മൗണ്ട് ഓഫ് മാർസിൽ പോയി എൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ലൈന് മൗണ്ട് ഓഫ് മൂണിൽ പോയിട്ട് എൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ചിലവരുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഫിംഗർ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നീളം കൂടിയ ഫിംഗറിൻ്റെ ആ ഒരു പാർട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഹെഡ്ലൈൻ അവിടെ നിന്ന് ഭയങ്കര കർവ്ഡായിട്ട് മൗണ്ട് ഓഫ് മൂണിലോട്ട് ചരിഞ്ഞിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതൊരു കാഷ്വലി വന്ന് ചരിഞ്ഞിറങ്ങുന്നതാണെങ്കിൽ കലാപരമായ വാസനകൾ കൂടിയ വ്യക്തിയും സിനിമാ മേഖലയിലൊക്കെ പുരോഗതി ഉണ്ടാക്കാവുന്ന ഒരു ലൈനായിട്ട് പറയാമെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ നിന്നൊരു ടോട്ടലി കർവ്ഡായിട്ട് ഇറങ്ങുന്നതാണെങ്കിൽ നമുക്ക് ആത്മഹത്യാ പ്രവണത ഉള്ളവരുടെ കയ്യിലാണ്. അവർക്കുടെ കയ്യിൽ മനസ്സിൻ്റെ കൺട്രോൾ ഉണ്ടാവില്ല. ദേ മേ ലൂസ് കൺട്രോൾ ഓഫ് ദെയർ മൈൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മാക്സിമം അങ്ങനെയുള്ള കൈകൾ കാണുമ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ ഒരു മോട്ടിവേറ്റ് ആക്കുക, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക, അവർക്കൊരു ആത്മവിശ്വാസം കൂട്ടിക്കൊടുക്കുക. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും അവരിൽ ഏറ്റവും അധികം പ്രോബ്ലമായിട്ട് നിൽക്കുന്ന കൈകൾ. അപ്പോൾ ഈ ചന്ദ്രമണ്ഡലത്തിൻ്റെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, അവരുടെ എമ്പതി, കമ്പാഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ ചന്ദ്രമണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തി വരാം. പിന്നെ അപ്പോൾ സൂര്യായ ചന്ദ്രായ മംഗളായ. ഓക്കെ, അവൻ ഈ മംഗൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചൊവ്വയ്ക്ക് 2 സ്ഥാനമാണ് കയ്യിൽ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ മംഗൾ വാർ എന്ന് നമ്മൾ പറയുന്നപ്പോൾ തന്നെ എത്രത്തോളം മംഗളകരമായ കാര്യങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസം പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. മംഗൾ വാർ എന്നാണ് പറയുന്നത്. അപ്പോൾ പലതും തെറ്റിദ്ധാരണ കാണും. മംഗൾ വാർ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ ഏറ്റവും കൂടുതൽ സിദ്ധിവിനായകർ ടെമ്പിളൊക്കെ, മുംബൈ സിദ്ധിവിനായകർ ടെമ്പിളൊക്കെ പോയി ചൊവ്വാഴ്ചയാണ് ഏറ്റവും വിശേഷപ്പെട്ട. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായിട്ട് മംഗൾ വാർ കണക്കാക്കുന്നു. നമുക്ക് വ്യാഴാഴ്ചയാണ്. അത് ദേശങ്ങൾ മാറിയുള്ള ഡിഫറൻസ് ആണ്. എങ്കിൽ പോലും നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ ഹസ്തരേഖ ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ചൊവ്വയ്ക്ക് 2 സ്ഥാനങ്ങളാണ്. ഒന്ന് നമ്മൾ ജൂപ്പിറ്റർ മൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ടുവലിന് താഴെ വരുന്ന മൗണ്ട് നമുക്ക് വ്യാഴമണ്ഡലം എന്ന് പറയാമെങ്കിൽ ആ വ്യാഴമണ്ഡലത്തിന് താഴെ വരുന്ന ഒരു പാർട്ട് നമുക്ക് ചൊവ്വയ്ക്ക് 1ാം ചൊവ്വയുടെ സ്ഥാനമായിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറുവിരലിന് ഒത്തിരി താഴെ, അതായത് ചന്ദ്രമണ്ഡലത്തിനും ബുധമണ്ഡലത്തിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്ലേസ്മെന്റ്. അപ്പം ആ 2 സ്ഥാനങ്ങൾ ചൊവ്വയ്ക്ക് സങ്കല്പം ചെയ്തിട്ടുണ്ട്. ഇപ്പം ചൊവ്വ നമുക്കറിയാം, ചൊവ്വ ഗ്രഹത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ ധൈര്യം, വീര്യം, ഇതൊക്കെ ചൊവ്വയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അപ്പോൾ ഒരു ചുവപ്പാണ്, റെഡാണ് കളർ, രജസിക് ക്വാളിറ്റിയാണ് ചൊവ്വയ്ക്ക്. രജസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യുന്നു, നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ പ്രതികരിക്കുന്നു. പിന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചൊവ്വയെ പറയാം. പ്രോപ്പർട്ടി, ഒത്തിരി പ്രോപ്പർട്ടിയുടെ ഒക്കെ എന്താ പറയുക, ഓണർഷിപ്പ് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതാ വിശേഷങ്ങളൊക്കെ ഈ ചൊവ്വാമണ്ഡലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ രോഗാവസ്ഥയുള്ള രക്തസംബന്ധമായ അസുഖങ്ങളാണ് ചൊവ്വാമണ്ഡലമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചൊവ്വാമണ്ഡലത്തിലെ ചില പ്രത്യേക രീതികൾ നോക്കിക്കൊണ്ട് ഒരാൾ എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ അയാൾ ഫേസ് ചെയ്യുക. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവർ, യുദ്ധ സമാനമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നവർ, എസ്പെഷ്യലി ലൈക്ക് പോലീസ്മാൻ, ആർമി, എയർഫോഴ്സ്, ഇങ്ങനെയുള്ള ജോലിയിലൊക്കെ സാധ്യത ഉള്ളവരുടെ ചൊവ്വാമണ്ഡലം സാധാരണ ഉള്ള ആൾക്കാരിൽ നിന്നും കൂടുതലായിട്ട് ഹൈലൈറ്റഡ് ആയിരിക്കും. അവർക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഇതിനൊക്കെ ചൊവ്വയെക്കുറിച്ച് പറയാൻ നമുക്ക് മണിക്കൂറുള്ള വീണ്ടും സംസാരിക്കാം. നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് മറ്റ് മൗണ്ടുകളിൽ പോകണം. പിന്നെ അടുത്ത് നമുക്ക് ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു വിരൽ, നമ്മുടെ കയ്യിലെ ഏറ്റവും കുഞ്ഞു വിരലാണ് നമ്മുടെ ബുധവിരൽ എന്ന് സങ്കല്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുധവിരലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിരലാണ് ബുധനെ കൊണ്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് പറയേണ്ടത്. ഇനി വിരലുകളുടെ ജാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈശ്യജാതിയിൽപ്പെട്ട വിരലായിട്ടാണ് ഈ ബുധവിരലിനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വൈശ്യജാതി എന്ന് പറയുന്ന ജാതി പറയുന്നതല്ല, അപ്പോൾ ആ വൈശ്യ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ബന്ധപ്പെടുത്തിയായിരുന്നു ആ കാറ്റഗറൈസേഷൻ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വിരലിനെ പറയേണ്ടത്. ഒരു പേഴ്സൻ്റെ ബിസിനസ് സ്കില്ല് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവനൊരു ബിസിനസ് വിജയിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഈ വിരൽ നോക്കിയിട്ടും, ഈ വിരലിൻ്റെ താഴെ വരുന്ന ബുധമണ്ഡലത്തിൽ വരുന്ന രേഖകൾ നോക്കിയിട്ടും നമുക്ക് പറയാം. ഈ ബുധമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ബുധമണ്ഡലത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ബുധമണ്ഡലത്തിൽ കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള 3 ലൈനുകൾ ഈ മെഡിക്കൽ ഫീൽഡിലായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുടെ കയ്യിൽ പ്രത്യേകിച്ച് കണ്ടുവരാറുണ്ട്. എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ കയ്യിലൊക്കെ ഡോക്ടേഴ്സ് സൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ നമ്മൾ ബുധമണ്ഡലമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അതുപോലെ തന്നെ ഈ ബുധമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വൈശ്യവിരലായ ഈ ചെറുവിരലിൻ്റെ ലെങ്ത് ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ അനലൈസ് ചെയ്യുന്നത്.
അപ്പോൾ അത് നമ്മുടെ ഒരാളെ IQ ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ വിരൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസുഖങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ബുധമണ്ഡലത്തിൻ്റെ ഉയർച്ച താഴ്ചകളും അവിടെ വരുന്ന ഇമ്പാക്റ്റുകളും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നെർവ് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് പറയാൻ പറ്റുമെന്നാണ്. വെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ ബുധമണ്ഡലത്തെ കൊണ്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അയാളുടെ ക്വാളിറ്റി, അയാൾക്ക് ഡോമിനൻ്റായി നിൽക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അവിടെ ഒരു പൂജാതി കാര്യങ്ങളിൽ ആണ് ആ വ്യക്തിക്ക് പവർഫുള്ളായിട്ട് ഡോമിനൻസി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ബിസിനസ് കാറ്റഗറി പോയാൽ പറ്റത്തില്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്രൂക്കഡ് ആയിരിക്കണം, കുറച്ച് കണ്ണിങ് ആയിരിക്കണം, കുറച്ച് അത്യാവശ്യം ആടിനെ പട്ടിയാക്കാൻ പറ്റുന്ന ക്വാളിറ്റി എങ്കിലും ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ക്രൂക്കഡ് മൈൻഡ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കാൽക്കുലേറ്റീവ് മൈൻഡ് ഉണ്ടാവണം. അവർക്ക് മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടാവണം. കുറച്ചുകൂടെ പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയും. അപ്പോൾ അത് നമുക്കൊരു പ്രൊഡക്റ്റിന് ഇല്ലാത്തൊരു ക്വാളിറ്റി ആരോപിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ, ഒരു സെല്ല് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് നമുക്ക് ഈ ബുധമണ്ഡലത്തിനെ കൊണ്ടിട്ടാണ് പറയുന്നത്. അപ്പം ഒരാളുടെ വാക്ശക്തി, സംസാരിക്കാനുള്ള കഴിവ് എല്ലാം തന്നെ കാൽക്കുലേറ്റീവ്. ഇപ്പോൾ കണക്കുകളുടെ കാരകത്വം നമുക്ക് ബുധനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. കാൽക്കുലേഷൻ എബിലിറ്റി, ഹൗ ഈസ് കാൽക്കുലേറ്റിംഗ് തിങ്സ്. ഇപ്പോൾ ബിസിനസ്സുകാരെപ്പോഴും മൈൻഡ് എപ്പോഴും ഫിഗേഴ്സ് കൊണ്ടുള്ള കാൽക്കുലേഷൻ ആയിരിക്കും, അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾക്ക് ബുധമണ്ഡലത്തിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയാം. സൂര്യായ ചന്ദ്രായ മംഗളായ ബുധായ ഗുരു ശുക്ര. അപ്പോൾ അടുത്ത് ഗുരു വ്യാഴമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഡെക്സ് ഫിംഗർ, നമ്മൾ കൈ ചൂണ്ടുന്ന വിരൽ, നമ്മൾ ഒരാളുടെ ഒരു അതോറിറ്റിക്കലായിട്ട് നമ്മൾ പറയും ഡു ദിസ് എന്ന് പറയില്ലേ, നമുക്ക് ആ ഒരു വിരലിൻ്റെ കീഴെ വരുന്ന മണ്ഡലത്തിനെയാണ് ഗുരു മൗണ്ട് അല്ലെങ്കിൽ ജൂപ്പിറ്റർ മൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ജൂപ്പിറ്റർ മൗണ്ടിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മൗണ്ടാണ്. നമുക്കിതിന് ദൈവാധീനത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരാധീനം എന്നൊക്കെ പറയുന്ന ഒരു മൗണ്ടാണ്. ഒരാളുടെ ഗുരുത്വം, ഒരു വ്യക്തിക്കും നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗുരുത്വം ഇല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് പരിപൂർണമാകത്തില്ല. അത് ശരിയാണ്. കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ട് നിനക്ക് ഗുരുത്വം ഇല്ല, നിനക്ക് ചിലർ നല്ല ഗുരുത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു തരം ഒരു ഈശ്വരാധീനമാണ്. ഒരു മറ്റൊരാളായിട്ട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് ആ വ്യക്തി ബിഹേവ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഗുരുവിൻ്റെ ബ്ലെസ്സിങ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ പല ആൾക്കാരും എന്താ പറയുക, ഗുരു ഇല്ലാണ്ട് പല വിദ്യകളും കരസ്ഥമാക്കുകയും അവർ അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഒരിക്കലും ഒരു ഗുരുവിൻ്റെ നേരിട്ടുള്ള ശക്തിപാതം എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരു ഗുരുവ് അതുവരെ ആർജിച്ച കഴിവുകളുടെ ഒരു അംശമാണ് ശിഷ്യന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് നമുക്ക് ശക്തിപാതം എന്ന് പറയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് നമുക്ക് ഗുരുമൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെക്കുറിച്ചിട്ടും നമുക്ക് ഗുരുമണ്ഡലം നോക്കിക്കൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ കൈകളിൽ ജ്യോതിഷത്തിലൊക്കെ തന്നെ ഈശ്വരാധീനം കിട്ടിക്കഴിഞ്ഞാൽ, വ്യാഴൻ്റെ പൊസിഷൻ വളരെ നന്നായി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ശുഭകരമായി എന്ന് അറിയാമല്ലോ. ഈശ്വരാധീനം നോക്കുന്നത് എപ്പോഴും ഗുരുവിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അത് കൈകളിലും അതിന് മാറ്റമൊന്നുമില്ല. ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് തന്നെ നമ്മളുടെ അടിസ്ഥാനമായ വസ്തുതകളെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ അത് കൈകൾ നോക്കി അതിൻ്റെ ഒരു പൊസിഷനും അതിൻ്റെ ഒരു അലൈൻമെൻറ്റും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ജൂപ്പിറ്റർ മൗണ്ടിൽ നമുക്ക് കാണാവുന്നത് നമ്മുടെ ആയുർരേഖ, പലവരുടെയും കയ്യിൽ ആയുർരേഖ ആരംഭിക്കുന്നത് മൗണ്ട് ഓഫ് ജൂപ്പിറ്ററിൽ നിന്നായിരിക്കും, ഗുരുമണ്ഡലത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അതിന് താഴെ നിന്ന് ആരംഭിക്കുന്നവരുണ്ട്. അത് ഡിഫറെൻറ്റ്. അപ്പോൾ അവിടെ പല സ്പെഷ്യൽ ലൈൻസുകളും ഒക്കെ വന്നു വരുന്ന സ്ഥലങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ സൈനൊക്കെ അതിനകത്ത് പറയാം. ഞാൻ പിന്നീട് വ്യക്തമാക്കാം എന്താണ് ആ ഒരു പിന്നെ ഈ പറയുന്ന ജൂപ്പിറ്റർ മൗണ്ടിൽ വരുന്ന ഒരു സ്പെഷ്യൽ ലൈനിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് അസുഖങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നമുക്ക് ലങ്സ് സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വായു സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമെന്നാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ജാതി പറയുന്നത് ഉണ്ടല്ല, വീണ്ടും ഇതിനെ ഒരു ബ്രാഹ്മണ വിരലായിട്ട് പറയാം. ഇപ്പോൾ ബ്രാഹ്മൺ എന്ന് പറയുമ്പോൾ ബ്രഹ്മം അറിയുന്നവൻ എന്നുള്ള രീതിയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ പൂജാതി കാര്യങ്ങളിൽ താല്പര്യമുള്ള, ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരും ആത്മീയ മേഖലയിൽ പുരോഗതി കൂടുതൽ കാണിക്കുന്നവർ, അതേത് മതക്കാരായിക്കോട്ടെ, അവരുടെ ആത്മീയ തലങ്ങളിൽ അവർക്ക് ഉയർച്ചയുള്ള. അപ്പം റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിലൊരു ബന്ധമില്ല. ഗുരുജി പറയുന്നുണ്ട്, പിന്നെന്താ പറയുക, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് റിയൽ ബനാന എന്ന് പറയുന്നതും റിലീജിയൻ എന്ന് പറയുന്നത് ബനാന സ്കിന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ബനാന സ്കിന്നിനാണ് ഇപ്പോൾ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടിയത്. നമ്മൾ ശരിക്കും ഹോൾഡ് ചെയ്യേണ്ടത് റിയൽ ബനാന എന്ന് പറയുന്ന കൂടെ റിയൽ സ്പിരിച്വാലിറ്റിയാണ്. അവിടെ റിലീജിയന് ലെസർ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൗണ്ടിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടും
ആ ക്രിയാത്മകമായ സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ ബ്രാഹ്മണ വിരൽ എന്നും കൂടെ ഒരു സങ്കല്പം ചെയ്യുന്നുണ്ട്. സൂര്യാചന്ദ്രായ മംഗളായ ബുധ ഗുരു ശുക്ര. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ശുക്രമണ്ഡലത്തിലോട്ട് വരാം. അപ്പോൾ നമുക്കിതിന് ഗുരുമണ്ഡലത്തിന് നമ്മൾക്ക് ലോർഡ് ബൃഹസ്പതിയായ ദേവഗുരുവുമായിട്ട് ബന്ധപ്പെടുത്താമെങ്കിൽ ഓഫ് കോഴ്സ് അസുര ഗുരുവായ ശുക്രാചാര്യരുമായിട്ട് ശുക്രമണ്ഡലം എന്ന് പറയുന്നത് കൈകളിൽ ഏറ്റവും വലിയ മണ്ഡലമാണ്. നമ്മുടെ പെരുവിരലിനെ ചേർന്ന് കിടക്കുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ മണ്ഡലമാണ് ശുക്രമണ്ഡലം. അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും ഒന്ന് സന്തോഷം തോന്നുന്നുണ്ട്. ശുക്രൻ അടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർ ഈ സ്പിരിച്വൽ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിനകത്ത് ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഇതിൽ വിജയിക്കുന്ന എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഈ മെറ്റീരിയലിസ്റ്റിക് ഡിസയർ ആണ്. കാരണം പേര് പ്രശസ്തി എന്ന് പറയുന്ന കൂട്ട് തന്നെ അത് അനുഭവിക്കാനുള്ള ഒരു യോഗം. അപ്പോൾ ഇത് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം, പ്രശസ്തി എന്ന് പറയുന്നതിൻ്റെ അനുഭവം ആകുന്ന ഒരു ഏരിയയാണ്. അതായത് അവൻ്റെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് എല്ലാം തന്നെ ശുക്രനുമായിട്ട് ബന്ധപ്പെടുത്താണ് കിടക്കുന്നത്. അവിടെ ആത്മീയം എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് അവിടെ ഇല്ല. അവിടെ ദൈവികമായ അതിൽ സറണ്ടറിങ് ആകുന്ന രൂപമാണെങ്കിൽ ഇവിടെ സറണ്ടറിങ് അല്ല, ഇവിടെ അദ്ദേഹത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം എന്ന ചിന്താഗതി കൂടെ ഉണ്ട്. അപ്പം ഈ മണ്ഡലത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരു മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശുക്രമണ്ഡലമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സിനിമാ മേഖല, രാഷ്ട്രീയ മേഖല ഇതെല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെടുത്താം. കാരണം ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് ആണ്. അതൊന്നും ആത്മീയമല്ല, മെറ്റീരിയലിസ്റ്റിക്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പഴയ രാഷ്ട്രീയമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു മെറ്റീരിയലിസ്റ്റിക് ഡിസയർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സാക്രിഫൈസിങ് പൊളിറ്റിക്സ് അല്ലല്ലോ. ഇപ്പോൾ അത് നമുക്ക് ജനങ്ങൾക്ക് നല്ലത് വരണമെങ്കിലും അതിനും ഒരു പേരും പ്രശസ്തിയും മറ്റുള്ളവർക്ക് റെക്കഗ്നേഷനും ഒക്കെ വരേണ്ട ഒരു കാര്യമല്ലേ. അതുപോലെ തന്നെ സിനിമാ മേഖലയിലും അവർക്ക് പോപ്പുലാരിറ്റി വരണം, അവർക്ക് ഇൻകം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് തിരിച്ചു കിട്ടണം. ഇതെല്ലാം ശുക്രനുമായിട്ട്, ആക്ടിങ് കലകളും എല്ലാം തന്നെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം മെൻ ഫ്രം മാർസ്, വുമൻ ഫ്രം വീനസ് എന്ന് പറഞ്ഞ കൂട്ട ഇതിനൊരു സ്ത്രീ സഹജമായ ക്വാളിറ്റീസ് നമുക്ക് ഇതിനെ ശുക്രനെ നമുക്ക് വരയ്ക്കാം. അതായത് ആഡംബര വസ്തുക്കൾ, പെർഫ്യൂംസ്, ഈ പറയുന്ന ഓർണമെന്റ്സ്, ഡ്രസ്സസ്, ഇതെല്ലാം തന്നെ ആഡംബരത്തിന്റെ കാരകത്വമാണല്ലോ ഇത്. പിന്നെ അസുഖങ്ങളുടെ അവസ്ഥ പറയണമെങ്കിൽ ഈ സെക്ഷൽ ആയിട്ടുള്ള STD പോലെയുള്ള ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മൗണ്ടിൻ്റെ ബേസിൽ വരുന്ന മാർക്കിംഗ്, ബ്ലാക്ക് മാർക്ക് ആവാം, ചിലപ്പോൾ വേറെ ചില ഇൻഡിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ മൗണ്ടിൻ്റെ ചില ഷേപ്സ്, ചിലയിടത്ത് വന്ന് കയറുന്ന മറ്റു ചില ലൈൻസ്, ഡയറേഖ ടച്ച് ചെയ്തുകൊണ്ട് വരുന്ന ചില ലൈൻസിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സാറ്റേൺ മൗണ്ട്, ശനിമണ്ഡലം ഗ്രഹങ്ങളിൽ സൂര്യന് പോലും ഇല്ലാത്ത ഒരു ഇമ്പോർട്ടൻസ് ശനിക്കുണ്ട്. ഈശ്വര സങ്കല്പം, ശനീശ്വരൻ. നമ സൂര്യായ ചന്ദ്രായ മംഗളായ ബുധായ ഗുരു ശുക്ര ശനീശ്വരച്ചത് രാഘവേ കേതവേ നമാന്നാണ്. അപ്പം അവിടെ ശനീശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ ശനീശ്വരൻ്റെ വിരൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിരലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ വിരലിൻ്റെ താഴെ വരുന്ന പ്ലേസിനെയാണ് ശനി മൗണ്ട് എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ശനി മൗണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ കർമ്മകാരകത്വം, അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ബർത്ത് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ശനി മൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. സാറ്റേൺ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് എന്നാണ്. നമ്മളുടെ ജസ്റ്റിസ്, ഇപ്പോൾ കോടതി വ്യവഹാരങ്ങൾ, കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ശനി, ജഡ്ജാണ് ശനി. നമ്മൾ 8ന്റെ പണിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? 8ന്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 8 ഈസ് ആൾവേസ് കണക്റ്റഡ് ടു സാറ്റേൺ. നമ്മൾ ഒരാൾക്ക് ഒരു നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം കണക്ക് തോക്കാതെ കടന്നു പോകില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പോലെ ഒരു മിസ്റ്റേക്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് തിരിച്ചറിവിന് കുറച്ച് സമയം കൊടുക്കുക. സാറ്റേൺ എപ്പോഴും സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് ആണ്. അതിൻ്റെ മൂവ്മെൻറ്റ്സ് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്സ് ആണ്. അവന് തിരുത്താനും അവന് തിരിച്ചറിയാനുമുള്ള സമയം കൊടുക്കും. ഇൻജസ്റ്റിസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചറിവിന് ഒരു ചെറിയ ടൈം ലാഗ് കൊടുക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് ശിക്ഷ കൊടുക്കത്തില്ല. ആ ടൈമിനുള്ളിൽ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന കണ്ടില്ലേ, കോടതിയുടെ ഇടപെട്ടിട്ടുള്ള അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു. അവിടെ സാറ്റേൺ ആണ് അവിടെ ഇമ്പാക്റ്റ് വരുന്നത്, ശനീശ്വരൻ, ജസ്റ്റിസിന്റെ കാരകത്വം. അപ്പോൾ അത് തന്നെ നമുക്ക് പറയാം, ഇൻജസ്റ്റിസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പല ആൾക്കാരും ഇവിടെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ശനീശ്വരൻ അങ്ങനെയാണ്, ശനിയുടെ സമയം അങ്ങനെയാണ്. ഒരു കാരണവശാലും ആരും പേടിക്കണ്ട. ജസ്റ്റിസ് ചെയ്യുന്നവരാരും ശനീശ്വരനെ പേടിക്കേണ്ട ഏതൊരു കാര്യവുമില്ല. നന്മ ചെയ്യൂ. നിങ്ങൾ അമ്പലത്തിൽ പോയി കോടികൾ മുടക്കി ഒരു പൂജയും നിങ്ങൾ ചെയ്യേണ്ട. ശനീശ്വര പ്രീതി വേണമെങ്കിൽ ശരിക്ക് അർഹതപ്പെടുന്നവരെ സഹായിക്കൂ. നമ്മൾ മറ്റുള്ളവരുടെ എമ്പതി ഉള്ളവരാകൂ, കരുണയുള്ളവരാകൂ, സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്
എങ്കിൽ ഒരു പ്രശ്നവും ശനീശ്വരൻ നിങ്ങൾക്ക് വരത്തില്ല. 100% അഷുറൻസ് ഞാൻ എനിക്ക് തരാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ശനീശ്വരൻ. ഈശ്വര സങ്കല്പമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ശനിക്കണം. അപ്പോൾ നമ്മുടെ ഫോർച്യൂൺ ലൈൻ എന്ന് പറഞ്ഞാൽ വിധിരേഖ നമ്മൾ സാധാരണ കൈകളിൽ നോക്കുകയാണെങ്കിൽ അത് വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് സാറ്റേൺ മൗണ്ടിലായിരിക്കും. സാറ്റേൺ മൗണ്ടും വിധിരേഖയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു നമുക്ക് പറയാവുന്ന ഹസ്തരേഖ ശാസ്ത്രത്തിലെ കൈകളിലെ സാറ്റേൺ മൗണ്ടും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ സാറ്റേൺ മൗണ്ടുമായിട്ടുള്ള രോഗാവസ്ഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രീവിയസ് ബന്ധമായിട്ടുള്ള കർമ്മദോഷങ്ങളുടെ ഇമ്പാക്റ്റുകളെല്ലാം നമുക്ക് ഇതുകൊണ്ട് പറയാം. നമുക്ക് ഒരു വ്യക്തിക്ക് പൂർവികന്മാരുമായിട്ടുള്ള കണക്ഷൻസ്, അവർക്ക് നമ്മൾ ഈ പറയില്ല, വി ഹാവ് ടു വർഷിപ്പ് അവർ ഫോർ ഫാദേഴ്സ്. പലവർക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമാണ്. പല ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരാൾക്ക് പുരോഗതിക്ക് വേണ്ടിയിട്ട്. 3 കാര്യങ്ങളിൽ ഞാൻ ശനീശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് പോകുന്നത്. അതിൻ്റെ ഒന്നിൽ പറയാം. ഒന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമുക്കുള്ള ഒരു കുലദേവത അല്ലെങ്കിൽ കുടുംബദേവതാ സങ്കല്പം. കുടുംബദേവതാ സങ്കല്പത്തിനോടൊപ്പം തന്നെ അടുത്ത് നമുക്ക് പറയേണ്ടത് നമ്മുടെ ഗുരുക്കന്മാർ. പിന്നെ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മുടെ ഫോർ ഫാദേഴ്സ്. ഇത് 3 നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. അപ്പോൾ നമ്മുടെ ഫോർ ഫാദേഴ്സുമായിട്ട് നമുക്ക് എന്തെങ്കിലും പെൻഡിങ് കർമാസ് ഉണ്ടെങ്കിലൊക്കെ സാറ്റേൺ മൗണ്ട് നമുക്ക് നോക്കിയാൽ നമ്മൾ അറിയാം. നമ്മൾ പറയും ഇല്ലം വല്ലം നെല്ലി എന്നൊരു ഓർഡർ പറയും. അപ്പം നമുക്ക് പിതൃക്കളുടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലത്തിൽ ചെയ്യുക, എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യുക. രണ്ടാമത് നമ്മൾ പറയുന്നത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഇവിടെ പോയിട്ട് കർമ്മം ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ തിരുനെല്ലി പോയിട്ട് ചെയ്യുക. ഇതിന് തിരുനെല്ലി പോവുക. അപ്പം ഇതാണ് ഒരു ഓർഡർ പറയുക. അപ്പം ഇവിടെ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് സാറ്റേൺ മൗണ്ടുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ട് പിതൃക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ഷനും പ്രീവിയസ് ബർത്ത് കണക്ഷൻസും എല്ലാം ഈ സാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. പിന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ നമ്മുടെ റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ഗ്രഹം കൂടിയാണ് സാറ്റേൺ. നമ്മുടെ മൂലാധാര ചക്രവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഗ്രഹം കൂടിയാണ് സാറ്റേൺ. നമ്മുടെ സാറ്റേൺ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റൂട്ട്സുകളാണ്, വേരുകളോട് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യുക. അത് മണ്ണിനടിയിലാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് കർമ്മമാണ് നമ്മുടെ. ആ വേരുകൾ എത്രത്തോളം സ്ട്രോങ് ആവുക അത്രത്തോളം നമ്മൾ സ്ട്രോങ്. അതായത് നമ്മുടെ പൂർവികരുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അത് നമ്മൾ സുഹൃതം എന്നൊക്കെ പറയില്ലേ, അതിനെ നമുക്ക് സാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു കാര്യമാണ്. പൂർവ്വ ജന്മാർജിതമായ ചില കാര്യങ്ങൾ എല്ലാം തന്നെ സുഹൃതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാറ്റേണെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ അവർ ഭൂമിയിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ കൃഷി ചെയ്യുക, അഗ്രികൾച്ചർ ചെയ്യുക, ചെടികളെ നട്ട് പരിപാലിക്കുക, ഭൂമിയുമായിട്ടുള്ള എർത്തിങ് കൂട്ടുക, ചെരുപ്പിടാണ്ട് കൂടുതൽ സമയം തറയിൽ ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുക, ഇത്യാദി പ്രകൃതി മാർഗ്ഗങ്ങൾ കൂടുതൽ യൂസ് ചെയ്താൽ പോലും സാറ്റേണിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ. എല്ലാത്തിലും മേജർ തിങ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇൻജസ്റ്റിസ് ചെയ്യരുത്, സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, സഹായിക്കാൻ അർഹതപ്പെട്ടവരെ സഹായിക്കുക. അതെ, അത് പറ്റിയില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. തീർച്ചയായിട്ടും. ഇനി നമുക്ക് 2 ഗ്രഹങ്ങൾ കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ 7 ഗ്രഹങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. രാഹു കേതു. അത് ഹെഡ് ആൻഡ് ടെയിൽ ഓഫ് എ ഡ്രാഗൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലർക്കും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പാമിസ്ട്രി അനാലിസിസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാഹു കേതുക്കൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹു കേതുക്കൾക്ക് നമുക്ക് ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയാൻ കാരണം നമുക്ക് ആദ്യം രാഹുവിനെ കുറിച്ച് പറയാം. രാഹുവാണ് നമുക്ക് ഈ പറയുന്ന സഡൻ വെൽത്തും സഡൻ ഡൗൺഫാളും കൊടുക്കുന്ന ഒരു ഗ്രഹം. കാരണം ഇത് അമൃത് സേവിച്ച് 2 പേരും അമൃത് സേവിച്ച് ഹെഡ് ആൻഡ് ടൈലാണ് അമൃത് സേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സിൻ്റെ കാരകത്വമാണ്. ഇല്യൂഷൻ്റെ കാരകത്വം നമുക്ക് രാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞു കയറിനെ പാമ്പും പാമ്പിനെ കയറും എന്നൊക്കെ ധരിക്കുന്നത് രാഹുവുമായിട്ട്. പക്ഷേ രാഹു വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ സിനിമാ മേഖലയിൽ വളരെയധികം പ്രശസ്തി ആർജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ 10ാം ഭാവത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ അങ്ങനെ വരുന്നവർ, അല്ലെങ്കിൽ കയ്യിൽ രാഹു വളരെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് സിനിമാ മേഖലയിൽ, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗാംബിളിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് വിജയിക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടിട്ട്. ഒരു നാൾ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുകയും പിന്നെ മറ്റൊരു എത്രയോ വർഷങ്ങൾ കഴിയുമ്പം അദ്ദേഹം ആരെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കാണുന്ന ചില നടന്മാരെയും നടിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹുവാണ് അവരിൽ ലീഡ് ചെയ്യുന്നതെങ്കിൽ രാഹുവിൻ്റെ ഏറ്റവും നമ്മളിപ്പോൾ പറഞ്ഞു സാറ്റേൺ സ്ലോ മൂവിങ് ആണ്. അത് നമുക്ക് വളരെ സ്ലോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ. പക്ഷെ കൊടുത്താൽ അത് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളത് സാറ്റേണിൻ്റെ ആണെങ്കിൽ, രാഹുവിനെ പറയുമ്പോൾ പെട്ടെന്നായിരിക്കും കൊടുക്കുന്നത്. ലോട്ടറി അടിക്കുന്ന പോലുള്ള കാര്യങ്ങൾ, ഗാംബിളിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ഇൻകം കിട്ടുക. പക്ഷെ അത് അതുപോലെ തന്നെ പോവുകയും ചെയ്യും.
അപ്പോൾ സഡൻ ആയിട്ടുള്ള ഇമ്പാക്റ്റും സഡൻ ആയിട്ടുള്ള ഡൗൺഫോളുമാണ് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ സംബന്ധമായ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ രാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാഹു മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ ടെയിൽ എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ എൻഡിൽ ഏറ്റവും നമ്മുടെ ഈ ലൈഫ് ലൈനും ഫോർച്യൂൺ ലൈനും തുടങ്ങുന്നതിൻ്റെ തൊട്ട് നടുക്ക് സെൻറ്ററായിട്ട് വരുന്ന ഒരു പ്ലേസിലാണ് ടെയിൽ എന്ന് പറയുന്ന കേതു വരുന്നത്. കേതുവിനൊരു സ്പിരിച്വൽ കാരകത്വമുള്ള ഒരു ഇതാണ്, നിഗൂഢ ശാസ്ത്ര അഭ്യാസമാണ്. ബ്ലാക്ക് മാജിക് പഠിക്കുന്നവരുടെയൊക്കെ കേതു മൗണ്ട് വളരെ പവർഫുൾ ആയിരിക്കും. അവർ നിഗൂഢമായ കാര്യങ്ങൾ അഭ്യസിക്കുന്നതിലും ഈ പറയുന്ന മറ്റുള്ളവർക്ക് അറിയാൻ സാധ്യത കുറവുള്ള വളരെ നിഗൂഢമായ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ്, പിന്നെ അവർക്ക് എന്താ പറയുക ചില സിദ്ധികളൊക്കെ ആർജിക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. ഈ കേതുമണ്ഡലം ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കേതുമണ്ഡലം അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ സ്പിരിച്വൽ ഗ്രോത്തും അവരുടെ നിഗൂഢ ശാസ്ത്രങ്ങളുള്ള പ്രത്യേക നോളജും അവരുടെ കഴിവും ഒക്കെ തന്നെ ഈ കേതുമണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നു. അപ്പം ഇത്രയുമാണ് മൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. അതെ, ഗ്രഹങ്ങളുടെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായി ഹസ്തരേഖയ്ക്കുള്ള സങ്കല്പങ്ങളെക്കുറിച്ചാണ് സായിറാംജി നമുക്ക് വിശദമായി പറഞ്ഞു തന്നത്. 9 ഗ്രഹങ്ങളുടെയും സ്ഥിതി നമ്മുടെ കൈകളിൽ എവിടെയാണ്, അവ ഏതൊക്കെ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തന്നത്. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു ഇതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത്. നമുക്ക് ഇനി ഈ ഒരു കാര്യം, ഈ ജ്യോതിഷവും ഹസ്തരേഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലും നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക്. തൽക്കാലം ഇന്നത്തെ ആദ്യത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. വരും അധ്യായത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഈ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ സായിറാംജിയിൽ നിന്ന് അറിയാം.